ഹലോ സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് സാംസങ് 7562 ലൈറ്റ് പ്രോബ്ലംസിനെ കുറിച്ചാണ്. ഡിസ്പ്ലേ ലൈറ്റ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഡിസ്പ്ലേ ലൈറ്റ് വർക്ക് ചെയ്യാതിരിക്കാം, അതിനെന്താണ് റിപ്പയർ ചെയ്യാനുള്ള വഴികൾ എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. അതിനു മുന്നേ നിങ്ങൾ ഈ കംപ്ലൈൻറ്റ് മൊത്തം നോക്കിയിട്ട് IC മാറി അത് മാറി ഇത് മാറി ജമ്പർ നോക്കി എന്നിട്ടൊന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട്. അത് യൂണിവേഴ്സൽ IC ചിപ്പ്, ലൈറ്റ് IC ചിപ്പ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ചിപ്പുണ്ട്. അത് വാങ്ങിക്കാൻ കിട്ടും. അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഞാനൊരു വിശദമായിട്ടൊരു വീഡിയോ ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്പനയിലിൽ നോക്കിയാൽ അറിയാം, യൂണിവേഴ്സൽ ലൈറ്റ് IC ചിപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കി ആ വീഡിയോയും കൂടെ ഒന്ന് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് ഇതിൻ്റെ ലൈറ്റ് സെക്ഷന്. അപ്പോൾ നിങ്ങളിവിടെ എന്തെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, എന്തെങ്കിലും കത്തിപ്പോയിട്ടുണ്ടോ എന്ന് നോക്കുക. ഇതാണ് ഇതിൻ്റെ IC. അപ്പം ഇത്രയും ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ ചില കേസുകളിൽ ഈ സ്പെയറെല്ലാം മാറ്റിയിട്ടും ലൈറ്റ് വരാതിരിക്കുന്ന കംപ്ലൈൻ്റ് ഉണ്ട്. അത് അങ്ങനെ വരുന്നത് ഇതിലേക്ക് പവർ വരാത്തതാണ്, ഈ ICയിലേക്ക് പവർ വരാത്തതാണ്. ICയിലേക്ക് പവർ വരുന്നത് എവിടെ നിന്നാണെന്ന് ഞാൻ പറയാം. അതായത് ഈ ബാറ്ററി കോണ്ടാക്റ്റിൻ്റെ നേരെ ഇപ്പുറത്തെ സൈഡിൽ മുകളിൽ ഇത് കണ്ടോ, ഇവിടെ ഒരു കപ്പാസിറ്റർ, ഒരു ഡയോഡ്, അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. കപ്പാസിറ്ററും ഡയോഡ് ഞാൻ ഒന്ന് വരച്ച് കാണിക്കാം. ഒരു കപ്പാസിറ്റർ, ഒരു ഡയോഡ് ഇങ്ങനെ മുകളിലേക്ക് വെച്ചേക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ട്രാൻസിസ്റ്റർ ഉണ്ട്, 3 കാലുള്ളത്. അവിടെ 2 കാലും ഇവിടെ ഒരു കാലും. ഇതൊന്നും നമുക്ക് വേണ്ട, ഈ കപ്പാസിറ്റർ മാത്രം മതി. ഈ കപ്പാസിറ്ററിൻ്റെ ഈ സൈഡ് നെഗറ്റീവ് ആയിരിക്കും, ഈ സൈഡ് പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് കയറുന്നത് ഇവിടെ വന്നേച്ച് ഈ IC ഒക്കെ ഇരിക്കുന്ന ഭാഗം ഒന്ന് വരച്ച് കാണിക്കാം ഞാൻ. അപ്പോൾ വരച്ച്, അപ്പോൾ ഇത് കണ്ടോ, ഈ IC, ഈ ഡയോഡ്, അതിനടുത്തിരിക്കുന്ന ഈ കപ്പാസിറ്റർ, അതിനടുത്തിരിക്കുന്ന ഈ 6 കാലുള്ള IC, അതിനടുത്തിരിക്കുന്ന കപ്പാസിറ്റർ, അതിനടുത്തിരിക്കുന്ന ഒരു കറുത്ത കളറുള്ള കട്ട, അതിൻ്റെ മുകളിൽ, നേരെ മുകളിൽ ഒരു കറുത്ത കളറിലൊരു റെസിസ്റ്റർ ഇരിപ്പുണ്ട്. ഈ കറുത്ത കളറുള്ള കട്ടയുടെ മുകളിൽ ഒരു റെസിസ്റ്റർ ഇരിപ്പുണ്ട്. ഈ റെസിസ്റ്ററിൻ്റെ ഈ സൈഡിലേക്കാണ് വന്ന് കയറുന്നത്. അപ്പോൾ ഈ പോസിറ്റീവ് ജംഗ്ഷൻ ഈ സൈഡിലേക്കാണ് വന്ന് കയറുന്നത്. അതായത് ഈ കപ്പാസിറ്ററിൻ്റെ ഈ സൈഡിൽ നിന്ന് വന്ന് ഇങ്ങോട്ട് കയറുകയാണ്. അപ്പോൾ ഇത് ഡയറക്റ്റ് പവർ പോസിറ്റീവ് വരുന്നതുകൊണ്ട് നിങ്ങൾ വേറൊരിടത്ത് എർത്തിലോ ലൈനിലോ ഒന്നും മുട്ടാതെ വേണം ചെയ്യാനായിട്ട്. മുട്ടിയാൽ അന്നേരം പുകയുവേ. അപ്പോൾ പുകയാതെ വേണം സോൾഡർ ചെയ്ത് പിടിപ്പിക്കാനായിട്ട്. ഈ റെസിസ്റ്ററിലേക്ക് ഇങ്ങോട്ട് കണ്ടിന്യൂറ്റി ഇല്ലെന്നൊരു സാധാരണ ലൈൻ ബ്രേക്ക് ആവാറുണ്ട് ഇങ്ങനെ. അപ്പം അതായത് റെസിസ്റ്റർ ഇവിടെ കാണിച്ചു തരാം. ഇത് കണ്ട, ഈ കറുത്ത കട്ടയുടെ ICയുടെ അപ്പുറം ഒരു കപ്പാസിറ്റർ, അതിനപ്പുറം ഒരു കറുത്ത കട്ട, അതിൻ്റെ നേരെ മുകളിലിരിക്കുന്ന റെസിസ്റ്ററിൻ്റെ വലത് സൈഡിലേക്ക് കൊടുത്താൽ മതി. അങ്ങോട്ടാണ് പവർ വരുന്നത്. ബാറ്ററി കോണ്ടാക്റ്റിൻ്റെ പ്ലസ് നിന്ന് നേരിട്ട് അങ്ങോട്ട് കണ്ടിന്യൂറ്റി കാണിക്കണം. അപ്പോൾ അങ്ങോട്ട് കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ല, അങ്ങോട്ടൊരു ജമ്പർ കൊടുക്കുക. പിന്നെ ഈ കാണുന്ന സ്പെയറൊക്കെ ലൈറ്റ് സെക്ഷൻ്റെ ആണ്. ലൈറ്റിൻ്റെ ഏതെങ്കിലും പോയിട്ടുണ്ടെന്നൊരു നിങ്ങൾക്ക് മാറാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.